രാവിലെ 9 മണിക്ക് ആരംഭിച്ച ഓട്ടം ഓടി ഓടി ഈ നേരമായി എന്ന് പറയുന്നത്. ഇനി ഒരു പാർട്ടി മീറ്റിംഗ് ഉണ്ട്. എൻ്റെ അഭ്യർത്ഥന, നിങ്ങളുടെ എല്ലാം മനസ്സിലുള്ള 1-2 ചോദ്യം ചോദിച്ചാൽ ഞാൻ റിപ്ലൈ ചെയ്യാം. അതെല്ലാം കവർ ചെയ്യും. അത് കഴിഞ്ഞാൽ എന്നെ പോകാൻ സമ്മതിക്കും. ഒരുപാട് നീണ്ട സമയം എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. 2 ചോദ്യം ചോദിക്കാം, ആരാന്ന് വെച്ചാൽ. ഇന്നത്തെ ഒരു പ്രധാന വിഷയം, ഇന്നലെ ഒരു ബോംബ് പൊട്ടി, തേങ്ങയെടുക്കാൻ പോകുമ്പോൾ ബോംബ് പൊട്ടി മരിച്ച സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് അവരെ അയൽക്കാരൊക്കെ പറയുന്നത് ഇതിനെ പറ്റി CPM ആണെന്ന് പറയുന്നുണ്ട്. തൊട്ടടുത്ത സ്ത്രീകളൊക്കെ വന്ന് ഇപ്പം മാധ്യമങ്ങളോട് പറഞ്ഞു, അവിടെ വന്ന് ആളുകളോടൊക്കെ പറഞ്ഞു. എനിക്കറിയില്ല, ആ വാർത്ത ഞാനും കണ്ടു. എവിടെയെങ്കിലും ബോംബ് പൊട്ടിയാൽ അതെല്ലാം CPM ആണ് എന്ന് പറയാൻ തെളിവുകളില്ലെങ്കിൽ പറയാൻ പറ്റില്ല. ബോംബിൻ്റെ പുറകിൽ ആരായാലും ശരി, ബോംബ് രാഷ്ട്രീയത്തെപ്പറ്റി CPIക്ക് ഒരു അഭിപ്രായമുണ്ട്, നിലപാടുണ്ട്. ആ നിലപാട് ബോംബിൻ്റെ രാഷ്ട്രീയം, ഏത് ബോംബായാലും ബോംബിൻ്റെ രാഷ്ട്രീയം, അത് ലെഫ്റ്റ് രാഷ്ട്രീയമല്ല. ഇടതുപക്ഷം ബോംബിൻ്റെ പക്ഷമല്ല. ഇടതുപക്ഷം ചിന്തയുടെ, ആശയ സമരത്തിൻ്റെ പക്ഷമാണ്. ആശയ സമരത്തിൽ ജനങ്ങളുമായി സംവദിക്കാൻ കെൽപ്പുള്ള ഇടതുപക്ഷത്തിന് ബോംബിൻ്റെ മാർഗം സ്വീകരിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ബോംബുകൾ ഉണ്ടാക്കി ഏതെങ്കിലും ഇടതുപക്ഷ പാർട്ടിയെ രക്ഷിക്കാമെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ ചിന്ത ബോംബുണ്ടാക്കുന്ന അവരുടേത് മാത്രമാണ്. ആ ചിന്തയുമായി ഒരിക്കലും CPIക്ക് ബന്ധമില്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ, സോമൻ. ഇതിനപ്പുറം ഒന്നും അതിനെപ്പറ്റി പറയാനില്ല. എല്ലാം നല്ലവണ്ണം എത്ര പറഞ്ഞിട്ടുണ്ട്. പരാജയത്തിന് ശേഷമുള്ള CPM ജില്ലാ കമ്മിറ്റികളിലൊക്കെ സർക്കാരിനും യഥാർത്ഥത്തിൽ എല്ലാ സ്റ്റേറ്റ് തലത്തിൽ നടന്നതിന് ശേഷം ജില്ലയിൽ ശക്തമായ വിമർശനം വരുന്നത് ഗൗരവമായിട്ട് നേതൃത്വം കാണുന്നു. ഞങ്ങളുടെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കൂടിയിരുന്നു. അത് കൂടുമ്പോൾ വളരെ പ്രാഥമികമായ വിവരങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് എല്ലാ ജില്ലാ ഘടകങ്ങളോടും ആവശ്യപ്പെട്ടത്, ജില്ലാ എക്സിക്യൂട്ടീവും ജില്ലാ കൗൺസിലുകളും കൂടി ആ ജില്ലാ കൗൺസിലുകളുടെ രാഷ്ട്രീയ നിരീക്ഷണങ്ങളും നിലപാടുകളും അവലോകനങ്ങളും ഒരു റിപ്പോർട്ടാക്കി സ്റ്റേറ്റ് കമ്മിറ്റിക്ക് അയക്കാൻ നിർദ്ദേശിച്ചിരുന്നു. അതെല്ലാം കിട്ടിക്കഴിയുമ്പോൾ ഞങ്ങളുടെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് 8-ാം തീയതി സ്റ്റേറ്റ് കൗൺസിൽ ജൂലൈ മാസം 9, 10 തീയതികളുമായി കൂടും. ആ യോഗത്തിലായിരിക്കും സംസ്ഥാന എക്സിക്യൂട്ടീവും സംസ്ഥാന കൗൺസിലും CPIയുടെ നിലപാട് പറയാൻ പോകുന്നത്. ആ നിലപാട് സമാഹരിക്കുന്നതിന് വേണ്ടി, അതിലേക്ക് എത്തുന്നതിന് വേണ്ടി എല്ലാ ജില്ലകളുടെയും കമ്മിറ്റികൾ, ജില്ലാ കൗൺസിലുകൾ കൂടുന്നത് പാർട്ടി വഴക്കമാണ്. ഒരു കാര്യം ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി വ്യക്തമായി പറയുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏത് ഘടകത്തിലും ചർച്ചകൾക്ക് ഇടമുണ്ട്. ഏത് ഘടകത്തിലും ചർച്ചകൾക്കുള്ള എല്ലാ വാതിലും കൊട്ടിയടച്ച പാർട്ടിയല്ല CPI. CPI ഉൾപാർട്ടി ജനാധിപത്യമെന്ന കമ്മ്യൂണിസ്റ്റ് പ്രമാണത്തെ എന്ന് ഉയർത്തിപ്പിടിക്കുന്ന പാർട്ടിയാണ്. അതുകൊണ്ട് ഏത് പാർട്ടി ഘടകത്തിലും സംഘടനാ രാഷ്ട്രീയ കാര്യങ്ങളെപ്പറ്റി ചർച്ചയ്ക്ക് അവസരമുണ്ട്, ചർച്ചയ്ക്ക് ഇടമുണ്ട്. അതൊരിക്കലും പാർട്ടി നിഷേധിക്കുകയില്ല. അങ്ങനെ ഒരു നിലപാടുള്ള പാർട്ടിക്ക് ആ പാർട്ടിയുടെ രാഷ്ട്രീയ പക്വത കൊണ്ടും ആശയ വ്യക്തത കൊണ്ടും ഒരു കാര്യം ഖണ്ഡിതമായി വ്യക്തമാക്കേണ്ടതുണ്ട്. ചർച്ചകൾ പാർട്ടി ഘടകത്തിലാണ്. ഘടകത്തിലെ ചർച്ചകൾ ഏതെങ്കിലും ആളുകൾ അറിഞ്ഞോ അറിയാതെയോ മാധ്യമങ്ങളിലേക്കോ പുറത്തേക്കോ ചോട്ടിക്കൊടുക്കുന്നുണ്ടെങ്കിൽ അത് പാർട്ടി സമീപനമല്ല, അത് പാർട്ടി കാഴ്ചപ്പാടല്ല. അതൊരു വില കുറഞ്ഞ
വളരെ വില കുറഞ്ഞ പാർട്ടി വിരുദ്ധ പ്രവർത്തനമാണ്. പക്ഷേ ആ പ്രവണത എല്ലാ പാർട്ടികളിലും ശക്തിപ്പെടുന്നുണ്ട്. അത് ഒരു നിശ്ചിത അളവിൽ CPIയിലുമുള്ള കാര്യം നിഷേധിക്കുന്നില്ല ഞാൻ. പക്ഷെ അതല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞ പാർട്ടിയുടെ സംഘടനാ ശൈലി, സംവാദ ശൈലി അതല്ലേ അല്ല. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ, നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാകും ഓരോ പാർട്ടിയിലും നിങ്ങൾക്ക് വിവരങ്ങൾ ചോർത്തുന്ന വീരന്മാർ. ആ വീരന്മാരെ പറ്റി നിങ്ങളുടെ മനുഷ്യൻ, ചിന്തിക്കുന്ന ബോധമുള്ള മനുഷ്യൻ എന്താ ചിന്തിക്കുന്നത്? നിങ്ങൾ പുച്ഛമായിരിക്കും. സ്വന്തം പാർട്ടിയിലെ ഉൾപാർട്ടി ചർച്ചകളുടെ കാര്യങ്ങൾ തത്തമ്മയെ പൂച്ച എന്ന് പറയുന്ന മട്ടിൽ പുറത്തേക്ക് ചോർത്തി കൊടുത്തുകൊണ്ട് കേമത്വം കാണിക്കാൻ ശ്രമിക്കുന്നവർ ആരാകാനും ശരി, അവരെപ്പറ്റി മാധ്യമങ്ങളുടെ ചിന്തിക്കുന്നവർക്കെല്ലാം പുച്ഛമായിരിക്കും. ആ പുച്ഛിക്കപ്പെടേണ്ട ഒരു പ്രവൃത്തിയെ വലിയ കാര്യമായി ആരെങ്കിലും പൊക്കിപ്പിടിക്കുന്നുവെങ്കിൽ അവരെപ്പറ്റി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉള്ളത് സാധാരണ മാത്രമാണ്. ആരാണെന്ന് നിങ്ങൾക്കറിയില്ല. ആരായാലും ഘടകത്തിൽ ചർച്ചക്കിടമുണ്ട്. ആ ചർച്ചക്കിടമുള്ളപ്പോഴത്തേക്ക് നമ്മുടെ സ്വന്തം പാർട്ടികളെ അകത്ത് പറയേണ്ട കാര്യങ്ങളെല്ലാം അകത്ത് പറഞ്ഞു അല്ലെങ്കിൽ പറയാതെ പുറത്തേക്ക് ചോർത്തുന്നത് എന്തായാലും കമ്മ്യൂണിസ്റ്റ് കീഴ്വഴക്കമല്ല. അതിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനുവദിക്കുന്നില്ല, അംഗീകരിക്കുന്നില്ല. അത് ചെയ്യുന്നവർ വളരെ വളരെ വില കുറഞ്ഞവരാണ്. ആരായാലും വില കുറഞ്ഞവരാണ്. ഒന്നുകിൽ അവർ വെറും പൊങ്ങച്ചത്തിന് വേണ്ടി എന്നെ മറ്റേ മറ്റുമക്കാരൻ വിളിച്ചു, അവൻ നാളെ എന്നെ വിളിക്കണം, അതുകൊണ്ട് അവൻ്റെ വിധിക്ക് വേണ്ടി ഞാൻ എൻ്റെ പാർട്ടിയുടെ എല്ലാ കാര്യവും പറഞ്ഞു കൊടുത്തു. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. വളരെ വില കുറഞ്ഞ പൊങ്ങച്ചമാണ്. അല്ലെങ്കിൽ അവർ ഒറ്റുകാരായിരിക്കും. സ്വന്തം പാർട്ടിയെ ഒറ്റുകൊടുക്കാൻ മടിക്കാത്ത ഒറ്റുകാർ. അതുമല്ലെങ്കിൽ പണം വാങ്ങിയിട്ട് ഈ നദികെട്ട പ്രവൃത്തി നടക്കുന്നതായിരിക്കും. ഇത് മൂന്നേ സാധ്യതയുള്ളൂ. അത് മൂന്നായാലും സ്വന്തം മാതാവിനെ ഒറ്റുകൊടുക്കും പോലെ അത് മ്ലേച്ഛമാണ്, അപഹാസ്യമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിനെ ഒരിക്കലും മാനിക്കുകയില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നീതിബോധം പറയുന്നത് അമ്മയെപ്പോലെ പാർട്ടിയെ സ്നേഹിക്കണം, പാർട്ടിയെ ബഹുമാനിക്കണം, പാർട്ടിയെ കാണണമെന്നാണ്. അതറിയാത്തവർ ഇത് ചെയ്യുന്നു. അവരെപ്പറ്റി നിങ്ങൾക്ക് പുച്ഛമുണ്ട്, പുച്ഛം ഞങ്ങൾക്കുമുണ്ട്. അവരുടെ കയ്യിലെ ഒരു കളിപ്പാവയല്ല ഈ പാർട്ടി. രണ്ടെണ്ണേ ചോദിക്കാൻ തീരുമാനം ലഭിക്കുന്നു. അല്ല, പറഞ്ഞല്ലോ, കേരളത്തിൻ്റെ വയനാട് മാത്രമല്ല എല്ലാ മണ്ഡലങ്ങളിലും ഞങ്ങൾക്ക് LDFന് പ്രതീക്ഷിച്ച വോട്ട് കിട്ടിയിട്ടില്ല. എല്ലാ മണ്ഡലങ്ങളിലും വയനാട്ടും കിട്ടിയിട്ടില്ല. വയനാട് ഞങ്ങൾ എല്ലാ ഗൗരവത്തിലും ഒരു രാഷ്ട്രീയ സമരത്തിലാണ്, രാഷ്ട്രീയ പോരാട്ടമാണ്. ഞങ്ങൾ എപ്പോഴും പറയുന്നു, കോൺഗ്രസ് രാഷ്ട്രീയമായ ദൂരക്കാഴ്ചകളെന്ന് പെരുമാറി വയനാട്ടിൽ. മറന്നുകൊണ്ടുമല്ല, ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമാണ് ഞങ്ങളും കോൺഗ്രസും. ഇന്ത്യ സഖ്യത്തിലെ പ്രധാനപ്പെട്ട പാർട്ടിയാണ് കോൺഗ്രസ്. ആ പാർട്ടിയുടെ, ആ മുന്നണിയുടെ ഏറ്റവും ശോഭിക്കുന്ന മുഖമാണ് രാഹുൽ ഗാന്ധി. ആ രാഹുൽ ഗാന്ധിയെപ്പോലെ ഒരാളെ നിർണായകമായ ഒരു രാഷ്ട്രീയ സമരത്തിൻ്റെ ഘട്ടത്തിൽ കോൺഗ്രസ് പാർട്ടി സ്ഥാനാർത്ഥിയാക്കുന്നുണ്ടെങ്കിൽ സ്ഥാനാർത്ഥി ആക്കേണ്ടത് എവിടെയാണ്? രാഹുൽ ഗാന്ധിക്ക് അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിക്ക് എവിടെയും മത്സരിക്കാം. ഏത് മണ്ഡലത്തിൽ ആര് സ്ഥാനാർത്ഥി, ആ തീരുമാനം എടുക്കാനുള്ള സമ്പൂർണ്ണ അവകാശം കോൺഗ്രസ് പാർട്ടിക്കുണ്ട്. ഞങ്ങളതിനെ അംഗീകരിക്കുന്നവരാണ്. പക്ഷെ രാഹുൽ ഗാന്ധിയെപ്പോലെ ഒരാൾ ഇത്രയും നിർണായകമായ ഒരു പൊളിറ്റിക്കൽ ബാറ്റിലിൽ മത്സരാർത്ഥിയായിട്ട് വരുമ്പോൾ ആ മത്സരത്തിൻ്റെ വേദി എവിടെയായിരിക്കും? അത് ആ രാഷ്ട്രീയ സമരത്തിൻ്റെ ഫോക്കൽ പോയിൻ്റായ BJPക്ക് ശക്തിയേറെയുള്ള നോർത്ത് ഇന്ത്യ ആകണമോ, അതോ ഒരിക്കലും BJP ജയിക്കില്ല എന്നുറപ്പുള്ള വയനാട്ടിലാകണം? അവിടെയാണ് ഞാൻ ചോദിച്ചത്, കോൺഗ്രസ് പാർട്ടിയുടെ പൊളിറ്റിക്കൽ വിസ്ഡം
അതാണ് പ്രകടമാക്കേണ്ടത്. അങ്ങനെയെങ്കിൽ രാഹുൽ ഗാന്ധി ഇപ്പോൾ ഉത്തരേന്ത്യ തെരഞ്ഞെടുത്തിരിക്കുന്നു, BJP തെരഞ്ഞെടുത്തിരിക്കുന്നുവെങ്കിൽ എന്ത് അടിസ്ഥാനത്തിൽ ഇന്ത്യ സഖ്യത്തിന്റെ സഖ്യകക്ഷിയായ CPI-ക്ക് വയനാട് കൂടുതൽ മത്സരിക്കാനാവും? അതാണ് ഞാൻ പറയുന്നത്. അന്ന് അവിടെ മത്സരിക്കുമ്പോൾ ഒരിക്കൽ പോലും കോൺഗ്രസ് പാർട്ടി, ഞാൻ രാഹുൽ ഗാന്ധിയെ വ്യക്തിപരമായി അന്നും ഇന്നും വിമർശിക്കുന്നില്ല. രാഹുൽ ഗാന്ധി മൂക്കിനപ്പുറം കാണാത്ത കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരുടെ സമ്മർദ്ദപ്രകാരം വയനാട്ടിലേക്ക് വന്നുവെന്നാണ് എൻ്റെ വിശ്വാസം. ഈ രാഷ്ട്രീയ രാഹുൽ ഗാന്ധിക്ക് മനസ്സിലാകും. ഞാൻ മനസ്സിലാക്കിയ രാഹുൽ ഗാന്ധിക്ക് ഈ രാഷ്ട്രീയം മനസ്സിലാക്കാൻ കെൽപ്പുണ്ട്, രാഷ്ട്രീയമായ ധാരണയുണ്ട്, ആശയ വ്യക്തതയുണ്ട്. ആ രാഹുൽ ഗാന്ധിയെ ദൂരക്കാഴ്ചയില്ലാത്ത രാഷ്ട്രീയം കൈയാളി ശീലിച്ച കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം നിർബന്ധിച്ച് വയനാട്ടിൽ കൊണ്ടുവന്നു. രാഹുൽ ഗാന്ധി ജയിച്ചു. ആ വിജയത്തിൻ്റെ 2ാമത്തെ ആഴ്ച രാഹുൽ ഗാന്ധി രാജിവെച്ചു. ഇതായിരുന്നു കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ പദ്ധതിയെങ്കിൽ ഈ പദ്ധതിയുടെ ശില്പികൾക്ക്, കാരണക്കാർക്ക് തീർച്ചയായിട്ടും ഇതുപോലൊരു പൊളിറ്റിക്കൽ എന്താ പറയേണ്ട വാക്ക്, ആ വാക്ക് എന്താണോ ആ വാക്ക്, അതിലേക്ക് രാഹുൽ ഗാന്ധിയെ പോലൊരു വലിയ മനുഷ്യനെ വലിച്ചിഴക്കേണ്ട കാര്യമില്ലായിരുന്നു. അവർ കൊണ്ടുവന്നു. എന്തായാലും അവർ രാജിവെപ്പിച്ചു. വീണ്ടും ലക്ഷം വരുന്നു. ഞങ്ങൾ മത്സരിക്കും എല്ലാ ദൂരത്തിലും. നിങ്ങൾ ഇവിടെയല്ലേ ജീവിക്കുന്നത്? ഈ പരാജയമാണ് എന്ന് പറഞ്ഞ പാർട്ടി CPI ആണ്. ആദ്യം പറഞ്ഞ പാർട്ടി. പരാജയത്തിൻ്റെ പേര് പരാജയമല്ല തന്നെയാണെന്ന് പറയണമെന്ന് നിർബന്ധമുള്ള പറ്റാണ് CPI. എന്തെങ്കിലും കണക്കുകൾ നിരത്തിയോ വ്യാഖ്യാന സാമർഥ്യം കൊണ്ടോ വിശകലന പാഠവം കൊണ്ടോ പരാജയത്തിന് പരാജയമല്ല എന്ന് സ്ഥാപിക്കാൻ ഞങ്ങളില്ല എന്ന് പറഞ്ഞ പാർട്ടിയാണ് CPI. ഇത് ഇപ്പോൾ പറയുകയല്ല. എനിക്ക് നല്ല അടുപ്പമില്ല താങ്കളെ. നിങ്ങളെപ്പോലൊരു പൊളിറ്റിക്കൽ ഒബ്സർവർ അറിയേണ്ടതായിരുന്നു. ഇതിപ്പോഴല്ലേ പറയുന്നത്? ഇതെല്ലാം ഒരാഴ്ച 2 ആഴ്ച പഴയ കാര്യമാണ് പറയുന്നത്. ഇല്ലല്ല, ഫലം വന്ന ഉടനെ തന്നെ CPI പറഞ്ഞു കഴിഞ്ഞു. അല്ലെ, അത് കഴിഞ്ഞു CPI പറഞ്ഞു. CPI നിലപാട് ഈ പരാജയത്തിൻ്റെ കാരണങ്ങൾ LDF ഒറ്റക്കെട്ടായും LDF ഓരോ പാർട്ടിയും പ്രത്യേകമായും പരിശോധിക്കണമെന്നാണ്. ആ പരിശോധന പാഠം പഠിക്കാൻ വേണ്ടിയാണ്. ജനങ്ങൾ നമ്മളോട് പറയുകയാണ്, ഞങ്ങൾക്ക് നിങ്ങളെപ്പറ്റി ചില വിമർശനങ്ങളുണ്ട്. ഞങ്ങളുടെ മുമ്പിൽ ജനങ്ങളാണ് യജമാനന്മാർ. ആ യജമാനന്മാർ വിധി എഴുതിയപ്പോൾ പറഞ്ഞു, ഞങ്ങൾക്ക് നിങ്ങളെപ്പറ്റി വിമർശനമുണ്ടെന്ന്. എന്തുകൊണ്ടെന്ന് ഞങ്ങൾ നോക്കണം, പരിശോധിക്കണം, പഠിക്കണം. ആ പാഠങ്ങൾ പഠിച്ച് ഞങ്ങൾ തിരുത്തേണ്ടതെല്ലാം തിരുത്തണം. ഈ പാഠം പഠിക്കൽ, ഈ തിരുത്തൽ നിലവിളിക്കാൻ വേണ്ടിയോ കരഞ്ഞിരിക്കാൻ വേണ്ടിയോ അല്ല. ഈ പാഠം പഠിക്കലും ഈ തിരുത്തലുകളും ഇടതുപക്ഷ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയാണ്. ഇടതുപക്ഷ ആശയങ്ങളെ ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ്. ഇടതുപക്ഷമാണ് ശരി എന്ന കാഴ്ചപ്പാടിനെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. അതിനാവശ്യമായ എല്ലാ തിരുത്തലും വേണം. LDF വേണം, എല്ലാ പാർട്ടികളിലും വേണം. ഇത് പറയുമ്പോൾ ഞാൻ CPIക്ക് വേണ്ടി പറയുന്നു. ഞങ്ങളുടെ പാർട്ടി എല്ലാം തികഞ്ഞ പാർട്ടിയാണ് എന്ന അവകാശവാദം CPIക്കില്ല. എല്ലാ കുറ്റങ്ങളും CPMൻ്റെതാണ്, ഞങ്ങളെല്ലാം ഒരു കുറവുമില്ലാത്തവരാണ് എന്ന വാദം CPIക്കില്ല. കുറവുകൾ ഞങ്ങൾക്കുമുണ്ട്, തെറ്റ് ഞങ്ങൾക്കുമുണ്ട്. കുറവുകൾ CPMനുണ്ട്, തെറ്റുകൾ CPMനുമുണ്ട്. LDFിലെ എല്ലാ പാർട്ടികൾക്കും ബാധകമായ ഈ കുറവുകൾ, ഈ തെറ്റുകൾ തിരുത്താൻ കലവറ കൂടാതെ ഞങ്ങൾ ശ്രമിക്കണമെന്നാണ് ജനങ്ങൾ പറയുന്ന ആഹ്വാനം, നിർദ്ദേശം. ഞങ്ങളതിനെ മാനിക്കുന്നു. അതിൻ്റെ അർത്ഥം ഉടനെ തന്നെ മന്ത്രിമാരെ മാറ്റുകയാണെന്ന ചിന്ത CPIക്കില്ല. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.